ടോം അൾഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേര് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഇടയിലൊക്കെ ഒന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ആരോ പടച്ചു വിട്ടതാണ്. ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ലിങ്ക് നടന്നിട്ടുണ്ടോ എന്നൊന്നും ഉള്ളത് അറിയത്തില്ല. എന്താണെങ്കിലും റിലയബിൾ സോഴ്സസിൽ നിന്ന് അങ്ങനത്തെ വാർത്തകളൊന്നും വരാത്തതുകൊണ്ട് തന്നെ നമ്മളതിനെപ്പറ്റി ഇതേവരെ സംസാരിച്ചില്ല. പേര് പോലും എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു. എന്താണെങ്കിലും ആ ഒരു താരത്തെ മോഹൻ ബഗാൻ സൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബംഗാളി മീഡിയാസ് ഇദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നുള്ള തരത്തിലുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു. പിന്നെ ബംഗാളി മീഡിയസിനെ നമുക്ക് മിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തതാണ്. അപ്പം അതിനെ ട്രോളിക്കൊണ്ടാണ് മോഹൻ ബഗാൻ്റെ ഈ ഒരു ടോം അൾഡ്രഡ് എന്ന് പറയുന്ന താരത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നതെന്നുള്ളതാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ആ ഉക്ക് ആ വഴിക്ക് അങ്ങ് പോയി. അത് ഈസ്റ്റ് ബംഗാളിൻ്റെ നെഞ്ചത്തോട്ട് പോയി എന്നുള്ള രീതിയിൽ സമാധാനിക്കുക എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു താരത്തെപ്പറ്റി പറയുമ്പോഴത്തേക്കും ഒരു സ്കോട്ടിഷ് താരമാണ്, ഒരു സെൻട്രൽ ബാക്ക് ആയിട്ടുള്ളൊരു താരമാണ് എന്നുള്ളതാണ്. സ്കോട്ട്ലൻഡിന് വേണ്ടി ജൂനിയർ കാറ്റഗറിയിലൊക്കെ കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. അതായത് അണ്ടർ 19 കാറ്റഗറിയിലൊക്കെ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഹെക്ടർ യൂസ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള താരത്തിനെ ഒരു പകരക്കാരൻ എന്ന നിലയിലാണ് ഇദ്ദേഹത്തെ എത്തിക്കുന്നത് എന്ന് പറയാം. ഒരു നല്ല റീപ്ലേസ്മെൻറ്റ് തന്നെയാണ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നടത്തിയിട്ടുള്ളത്. പിന്നെ യൂസ്റ്റേ കുറച്ചും കൂടി ഒരു ഏജ്ഡായി, ഇപ്പം 36 ആകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇദ്ദേഹം കുറച്ചും കൂടി യങ്ങാണ്. യൂസ്റ്റേ വെച്ച് നോക്കുമ്പോൾ 33 ഒരു 2-3 വർഷമൊക്കെ യൂസ് ചെയ്യാം. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഒരു യങ് ആയിട്ടുള്ളൊരു CB ആണ് ഇന്ത്യൻ നിലയിൽ കളിക്കുന്ന അൻവർ അലി. അദ്ദേഹത്തിനോടൊപ്പം ഒരു എക്സ്പീരിയൻസ് പ്ലെയർ വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഒരു ബാലൻസ് അവരുടെ സെൻട്രൽ ബാക്കിൽ ഉണ്ടാകും എന്നുള്ളൊരു ഫാക്ടറാണ് നിലനിൽക്കുന്നത്. എന്താണെങ്കിലും അദ്ദേഹം A ലീഗ് ക്ലബ്ബായിട്ടുള്ള ബ്രിസ്ബെയിൻ റോവറിലാണ് കളിച്ചു വന്നിരുന്നത്. കഴിഞ്ഞ 2019 മുതൽ അദ്ദേഹത്തിൻ്റെ കരിയർ കൂടുതൽ മത്സരങ്ങൾ കളിച്ചതും ഈ ബ്രിസ്ബെയിൻ റോവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിൽ തന്നെയാണ്. A ലീഗിൽ നിരവധി മത്സരങ്ങൾ അദ്ദേഹം അവർക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. കരിയറിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് ലീഗ് 2-ലാണ്, അതായത് ഇംഗ്ലീഷ് ടയർ 3. അത് കഴിഞ്ഞാൽ പിന്നെ A ലീഗിലാണ്. പിന്നെ അദ്ദേഹം ലീഗ് 1 കളിച്ചിട്ടുണ്ട്, അതുപോലെ സ്കോട്ടിഷ് പ്രീമിയർഷിപ്പിൽ കളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പിലും കളിച്ചിട്ടുണ്ട്. പക്ഷേ പ്രീമിയർ ലീഗിൽ അദ്ദേഹം മത്സരങ്ങളൊന്നും തന്നെ കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തെപ്പറ്റി പറയുമ്പോഴത്തേക്കും അദ്ദേഹം സ്കോട്ട്ലൻഡുകാരനാണെങ്കിലും ജനിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. ബോൾട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലത്താണ്. അവിടുത്തെ ഒരു ലോവർ ടയർ ക്ലബ്ബായിട്ടുള്ള കാസ്റ്റിൽ യുണൈറ്റഡ് അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ. അപ്പോൾ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു യൂത്ത് കരിയറും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹം കരിയറിൻ്റെ ആദ്യഘട്ടത്തിൽ വാറ്റ്ഫോർഡ് പോലെയുള്ള പ്രമുഖ ക്ലബ്ബിലൊക്കെ സൈൻ ചെയ്തിരുന്നു. പക്ഷേ അവിടെ അദ്ദേഹം മത്സരങ്ങളൊന്നും തന്നെ കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് പിന്നീട് ലോൺ മൂവിലൊക്കെ പലയിടത്തോട്ടും ഒക്കെ പോയിരുന്നു. ഇംഗ്ലണ്ടിലെ തന്നെ ലോവർ ടയറിലെ പല സ്ഥലങ്ങളിലേക്ക് വന്നത്. അതായത് കരിയറിൽ കൂടുതൽ ഈ പറഞ്ഞ പോലെ ഇംഗ്ലണ്ടിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സ്കോട്ട്ലൻഡുകാരനാണെങ്കിൽ സ്കോട്ടിഷ് ലീഗിലൊക്കെ പറഞ്ഞ പോലെ 50 മത്സരത്തിലൊക്കെ താഴെ മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. പിന്നെ പറയുന്നത് പോലെ A ലീഗിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അതാണെങ്കിലും വലിയ എക്സ്പീരിയൻസ് ഉള്ള, ഈ പറഞ്ഞ 400 മുകളിൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെൻട്രൽ ബാക്കിനെ തന്നെയാണ് മോഹൻ ബഗാൻ എത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരുടെ ഒരു എപ്പോഴും അറിയാമല്ലോ, നല്ല റിക്രൂട്ട്മെൻറ്റ് ആ ഒരു ഏരിയയിലൊക്കെ നടത്താറുണ്ട്. കഴിഞ്ഞ വർഷമാണെങ്കിലും ഈ വർഷമാണെങ്കിലും ഒക്കെ നോക്കുമ്പോൾ ഇനി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എടുത്തോണ്ട് റോബ സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു പ്ലെയർ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള താരമാണ്. 2027 വരെ ഒരു കോൺട്രാക്റ്റ് കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹം മുമ്പ് മുംബൈയിലും അല്ലെങ്കിൽ അതിന് മുമ്പ് ചെന്നൈയിലൊക്കെ കളിച്ചു. എല്ലായിടത്തും അങ്ങനെ റെഗുലറായിട്ട് അങ്ങനെ കളിക്കുന്ന ഒരു പ്ലെയറായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ അത്യാവശ്യം മാച്ചസൊക്കെ കളിക്കുന്ന ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. അദ്ദേഹത്തിനൊരു ലോങ് ടൈം, അതായത് ഒരു 3 വർഷത്തേക്കുള്ളൊരു കോൺട്രാക്റ്റ് കൊടുക്കുന്നു എന്നുള്ളൊരു വാർത്ത ഇപ്പോഴാണ് വരുന്നത് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പാടും കമ്പോസിറ്റ് സനിയ.